എന്റെ നിലനിൽപ്പിന് വേണ്ടി ജനിപ്പിച്ച അച്ഛനാണെങ്കിലും സഹോദരനാണെങ്കിലും അല്ലെങ്കിൽ മോഹിച്ച പെണ്ണാണെങ്കിലും ആരാണെന്ന് ഞാൻ നോക്കൂല, ഞാൻ അവനെ തീർത്ത് കളയും എന്നാണ് ജിൻഡോയുടെ പ്രസ്താവന. അപ്പൊ ജിൻഡോ എന്തുകൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയില് നമുക്ക് എല്ലാവർക്കും ജിൻഡോ എന്ന് വെച്ചാല് എന്താ പറയാ, ഒരു ശുദ്ധൻ അല്ലെങ്കിൽ കോമഡി ഒക്കെ പറഞ്ഞു നടക്കുന്ന എല്ലാരെയും രസിപ്പിക്കുന്ന ഒരു ഭയങ്കര കഠിനാധ്വാനിയായ ഒരു മത്സരാർത്ഥി എന്ന രീതിയിലാണ് ജിൻഡോയെ കുറിച്ച് നമുക്ക് തോന്നിയത്. പക്ഷേ ഈ ഒരാഴ്ച ആ ഒരു പവർ കിട്ടിയതിനു ശേഷം ജിൻഡോയുടെ സ്വഭാവത്തിന് നേരിയ മാറ്റങ്ങൾ വന്നോ എന്ന ഒരു സംശയം ഇല്ലാതില്ല. ജിൻഡോ ശുദ്ധനാണെന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. പക്ഷെ ഈ ഒരു പ്രസ്താവന ഇതിപ്പോ ഒരുപാട് വൈറൽ ആവുന്നുണ്ട്. അപ്പൊ എങ്ങനെ ഇപ്പൊ എല്ലാ ദിവസവും അല്ലെങ്കിൽ നാഴികയ്ക്ക് 40 വട്ടവും എന്റെ അമ്മയെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്, എന്റെ അമ്മയുടെ ആ ഒരു അസുഖം അതിൽ നിന്ന് അമ്മേനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനാണ് ഞാൻ ജീവിക്കുന്നത് പോലും എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് അച്ഛനെ മാനിക്കുന്നില്ല, പെങ്ങളെ കുടുംബത്തിനെ മാനിക്കുന്നില്ല, ആരെയും മാനിക്കുന്നില്ല എന്നൊരു കാര്യമാണ് ഈ ജിൻഡോയുടെ ഈ ഒരു പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കിയത്. ഈ ഒരു പ്രസ്താവന നിങ്ങൾക്ക് ശരിയായി തോന്നുന്നുണ്ടോ? അപ്പൊ പേഴ്സണലി എനിക്ക് അതൊരു ശരിയായിട്ടുള്ള കാര്യമായിട്ട് തോന്നിയതേ ഇല്ല. ജിൻഡോ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി പോലെ ഇതുപോലെ ക്യാരക്ടർ ഇടയ്ക്കിടയ്ക്ക് മാറുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ നൂറയായിട്ടുള്ള ഒരു പ്രശ്നം. ഇന്നലെ രാത്രി ലൈവില് നൂറയായിട്ട് ഭയങ്കരമായ ഇഷ്യൂസ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം അതിന്റെ കണ്ടിന്യൂവേഷൻ ആണോ അല്ലെങ്കിൽ പുതിയൊരു ഇഷ്യൂ നടക്കുകയാണ്. സംഭവം എന്താന്ന് വെച്ചാല് നൂറയാണെങ്കിൽ പുള്ളിക്കാരിയുടെ ചെരുപ്പ് എവിടെയോ നൂറ കൊണ്ടിട്ടാണോ എന്ന് നൂറയ്ക്ക് അറിഞ്ഞൂടാ. എന്തുവായാലും നോറയുടെ ഒരു ചെരുപ്പ് ഹൗസിന് പുറത്ത് കിടന്നു. അപ്പൊ ജിൻഡോയും പോയിട്ട് ഇതുപോലെ നോറയോട് ചോദിച്ചു, നിങ്ങളുടെ ആരെങ്കിലും ആണോ ചെരുപ്പ് എന്ന് ചോദിച്ചു. അപ്പൊ നോറ പറഞ്ഞു, എന്റെ ചെരുപ്പ് ആണത്, പക്ഷെ അവിടെ കൊണ്ടിട്ടത് ഞാനല്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് പിന്നീട് എല്ലാവരോടും പോയിട്ട് ജിൻഡോ ചോദിക്കുകയാണ്, ഇത് നിങ്ങളാണോ നോറയുടെ ചെരുപ്പ് അവിടെ കൊണ്ടിട്ടത് എന്ന് വെച്ചിട്ട് എല്ലാരോടും ചോദിച്ച സമയത്ത് ആരും അത് സമ്മതിച്ചില്ല. അപ്പൊ അതിനുശേഷം നോറയോട് തന്നെ ചോദിക്കുകയാണ്, നീയാണോ ആ ചെരുപ്പ് കൊണ്ടിട്ടാ ചോദിക്കാൻ നേരം നോറ എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നു. അപ്പൊ ഈ ഒരു പ്രശ്നത്തില് ജിൻഡോ ആണെങ്കിൽ ഭയങ്കരമായിട്ട് റൈസ് ആവുകയാണ്. നൂറ എന്റെ അടുത്ത് വന്ന് നിൽക്ക്, നീ ഇപ്പൊ എവിടാ പോകുന്നത്, നീ അല്ലേ ആ ചെരുപ്പ് അവിടെ കൊണ്ടിട്ടത്, എന്നിട്ട് നീ നേരത്തെ എന്താ പറഞ്ഞത്, നീ അല്ല ഇട്ടതെന്നല്ലേ പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഭയങ്കരമായിട്ട് വഷളാവുന്നു. ഇപ്പോഴത്തെ വിഷയം എന്താന്ന് വെച്ചാല് ജിൻഡോയ്ക്ക് ഇതുപോലെ നോറയ്ക്ക് പണിഷ്മെന്റ് കൊടുക്കണം. പക്ഷെ ശരിക്കും പണിഷ്മെന്റ് കൊടുക്കത്തക്ക ഒരു വലിയ സംഭവമാണ് അത് എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. കാര്യം ഇപ്പം നമ്മളെല്ലാരും മനുഷ്യന്മാരല്ലേ, ചിലപ്പോ മറന്നിട്ട് ചെരുപ്പ് ആടെ കൊണ്ടിട്ടതാവാം. അപ്പൊ അങ്ങനെ ഒരു സംഭവം നടന്ന സ്ഥിതിക്ക് അപ്പൊ അത് ഇപ്പൊ ഒരു ഇത്രയും ഒരു ചെറിയ വിഷയത്തിന് ഇപ്പൊ മറ്റ് ഹൗസ് അംഗങ്ങൾ എന്തെല്ലാം തലതിരിഞ്ഞ പരിപാടികൾ കാണിക്കുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനെ ഒന്നും പോയിട്ട് പണിഷ്മെന്റ് കൊടുക്കാതെ ജിൻഡോ നോറയെ ടാർഗറ്റ് ചെയ്തിട്ട് ഇതുപോലെ നോറയ്ക്ക് പണിഷ്മെന്റ് കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പൊ ഈ ചെരുപ്പ് കൊണ്ടുപോയി പുറത്തിട്ട് എന്നുള്ളൊരു സില്ലി മാറ്ററിന് പണിഷ്മെന്റ് കൊടുക്കുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ ഒരു അഭിപ്രായം തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ക്യാപ്റ്റനായ അൻസിബയ്ക്കും. അപ്പൊ അൻസിബ പറയുന്നുണ്ട്, എനിക്കും ഇതുപോലത്തെ പെശകുകൾ വരാറുണ്ട്, എന്റെ ചെറുപ്പം 2 ദിവസമായിട്ട് കാണുന്നില്ല. ഇതൊക്കെ മത്സരത്തിനിടയിൽ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്, സ്വാഭാവികമാണ്. അതുകൊണ്ട് നോറയ്ക്ക് പണിഷ്മെന്റ് കൊടുക്കല്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവർക്ക് പണിഷ്മെന്റ് കൊടുത്തേ തീരൂ എന്നുള്ളൊരു വാശിയിലായിരിക്കും ജിൻഡോ. അങ്ങനെ ജിൻഡോ ഇങ്ങനെ കുറെ തർക്കിക്കുന്നുണ്ട്. നീ എന്തുവെന്ന വിചാരം, നീ എന്നോട് കള്ളം പറയാന്നാന്ന് വിചാരിക്കുന്നത്, നീ എന്നെ മെക്കിട്ട് കയറുവാണ്, നീ എന്നെ ഇയാളെന്ന് വിളിക്കുന്നത്. അപ്പൊ നൂറ ദേഷ്യം വന്നിട്ട് പുള്ളിക്കാരനെ ഇയാളെന്ന് വിളിക്കുന്നുണ്ട്. അപ്പം നൂറയോട് പറയുന്നുണ്ട്, എന്നെ ജിൻഡോ എന്ന് മാത്രമേ വിളിക്കാവൂ, എന്നെ അയാളെന്നൊന്നും വിളിക്കാൻ പറ്റില്ല എന്ന് തീർത്ത് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ദേഷ്യത്തില് നൂറ വീണ്ടും ജിൻഡോനെ ഇയാള് എന്ന് വിളിക്കുകയാണ്. ഇത് പറയുന്നതിനനുസരിച്ച് ഈ ഒരു ജിൻഡോയ്ക്ക് ഈ നോറയോടുള്ള ഒരു ദേഷ്യം പിന്നെയും കൂടാണ്. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ നോറയെ ടാർഗറ്റ് ചെയ്ത് ജിൻഡോ പ്രവർത്തിക്കുന്നതെന്നാണ് ഇതുപോലെ ജാസ്മിൻ ഇന്നലത്തെ ലൈവിലും പറഞ്ഞായിരുന്നു. അപ്പൊ അത് തന്നെ എനിക്കും ഫീൽ ചെയ്യാണ്. അതായത് വേറെ ആരും പോയിട്ട് പ്രശ്നം ഉണ്ടാക്കാതെ നോറ എന്ന് പറഞ്ഞ് ബാക്കിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന പോലെയാണ് ഇപ്പൊ തോന്നുന്നത്. ഇതൊരു ചെറിയ വിഷയത്തിന്. പിന്നെ മാത്രമല്ല ജിൻഡോ അത്ര പാവമാണെന്നുള്ള കാര്യം, എന്താ പറയാ, ശുദ്ധൻ ആണെന്നുള്ള ഒരു കാര്യം നമുക്ക് മുൻപേ പറഞ്ഞ പ്രസ്താവന, അതായത് എന്റെ പിറപ്പിച്ച അച്ഛനാണെങ്കിൽ അല്ലെങ്കിൽ സഹോദരനാണെങ്കിലോ അല്ലെങ്കിൽ മോഹിച്ച പെണ്ണാണെങ്കിലോ ആരാണെങ്കിലും എന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നു എന്ന് വന്നാൽ ഞാൻ അവരെ തീർത്ത് കളയും, ഇല്ലാണ്ടാക്കി കളയും എന്നൊക്കെയുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അത് വളരെ എന്താ പറയാ, ജിൻഡോനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇത്രയും ഒരു അങ്ങനെ പറയുന്ന ഒരാളെ, ഇപ്പൊ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ജിൻഡോയ്ക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ പറയുന്ന ഒരാളെ നിങ്ങളുടെ എന്താ പറയാ ബിഗ് ബോസ് വിന്നർ ആവാൻ ആഗ്രഹിക്കുവോ? അല്ലെങ്കിൽ എനിക്ക്
എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ചാല് ഇങ്ങനത്തെ ഒരു മനുഷ്യവിരുദ്ധ പ്രസ്താവന നടത്തുന്ന ഒരാളെ ഇനിയിപ്പോ പുറത്തുള്ള, അതായത് ഹൗസ് മേറ്റ്സിന് എന്റെ നിലനിൽപ്പിന് വേണ്ടി ഞാൻ എന്ത് കളിയും കളിക്കും എന്ന് പറഞ്ഞിരുന്നാലും വേണ്ടിയില്ലായിരുന്നു. കാര്യം ഇവരൊക്കെ പല കുടുംബത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്, അവർക്ക് എന്ത് സംഭവിച്ചാലും ഒരു വിഷയമല്ല. പക്ഷേ സ്വന്തം കുടുംബത്തിനെ കുറിച്ച് ഇങ്ങനൊരു പ്രസ്താവന നടത്തിയ ഒരു വ്യക്തിയെ നിങ്ങൾ വീണ്ടും ആരാധിക്കുമോ? അല്ലെങ്കിൽ അദ്ദേഹത്തിന് മണ്ടത്തരം കൊണ്ടാണോ ഇങ്ങനൊരു വാക്ക് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീണത്? എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്നത് കമന്റ് ചെയ്യുക. പിന്നീട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇതുപോലെ അൻസിബ ഒരു സ്റ്റേറ്റ്മെന്റ്, അൻസിബ, ഋഷി, അതുപോലെ അർജുൻ, ഇവർ മൂന്നുപേരും തിക് ഫ്രണ്ട്സ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ എല്ലാ ഹൗസ് മേറ്റ്സിനെ കുറിച്ചും ഇവരിങ്ങനെ പരസ്പരം ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അൻസിബ പറയുന്നുണ്ട്, ഈ ആഴ്ച പുറത്തു പോകുന്നത് ആരാണെന്ന് അറിഞ്ഞൂടാ, പക്ഷേ ജാസ്മിന് വോട്ട് കിട്ടാൻ ചാൻസ് ഇല്ല. അൻസിബയ്ക്ക് ജാസ്മിന് അത്ര ഇഷ്ടമല്ല. അതായത് ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ നമ്മൾ കണ്ടായിരുന്നു, അതായത് അൻസിബ ഇതുപോലെ കുറ്റം പറയുന്നത്, ജാസ്മിൻ കാണിക്കുന്ന ഒരു പ്രവൃത്തി സമൂഹത്തിന് അത് തെറ്റായി എടുക്കും, അതുപോലെ അത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ആ ഒരു പ്രസ്താവന തന്നെയാണ് ഈ പറഞ്ഞ അൻസിബ വീണ്ടും പറയുന്നത്. അതായത് എന്റെ കുടുംബത്തിലാണെങ്കിൽ ഒരിക്കലും ജാസ്മിന് വോട്ട് കൊടുക്കില്ല, അതുപോലെ തന്നെ ഞാനും കൊടുക്കില്ല എന്നൊരു സ്ഥാപനമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥിതിക്ക് അപ്പൊ ഒരു 50% ആൾക്കാരും ജാസ്മിന് വോട്ട് കൊടുക്കില്ല എന്നൊരു പ്രസ്താവനയാണ് അൻസിബ നടത്തുന്നത്. അത് ഒരുവിധ ആൾക്കാരെല്ലാം ശരിവെക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരിങ്ങനെ മൂന്നുപേരും ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഈ ആഴ്ച ആര് പുറത്തു പോകും, ആർക്ക് വോട്ട് കിട്ടും, ജിൻഡോയ്ക്കൊക്കെ വോട്ട് കിട്ടുമെന്നാണ് ഈ പറഞ്ഞ അൻസിബ പറയുന്നത്. അപ്പൊ ജാസ്മിന്റെ കാര്യത്തിൽ അൻസിബ നടത്തിയ ഒരു സ്റ്റാൻഡ് വളരെ കറക്റ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അൻസിബ ആണെങ്കിലും അർജുൻ ആണെങ്കിലും ഈ പറഞ്ഞ ഋഷി ആണെങ്കിലും ഇവർ മൂന്നുപേരും നല്ല ഫ്രണ്ട്സ് ആണ്. അപ്പൊ ആ ഒരു ഗ്യാങ്ങില് അൻസിബ മാത്രമാണ് എന്താ പറയാ ഒരു ഗേൾ ആയിട്ടുള്ളത്. അപ്പൊ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തതാണ്. കാര്യം അതൊരു ഇപ്പൊ ഫ്രണ്ട്ഷിപ്പിനെ ഇങ്ങനെ മാത്രമേ വ്യാഖ്യാനിക്കാവുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ വ്യാഖ്യാനിച്ചൂടെ എന്ന് ചോദിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജാസ്മിനെ ഗബ്രിയുടെ ആ ഒരു റിലേഷൻഷിപ്പില് നേരത്തെ, ഇപ്പൊ അത്രയില്ല എന്നാലും ഉണ്ട്. അപ്പൊ അതിൽ എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ് ആണ് എന്ന് പറഞ്ഞ ആ ഒരു അതവിടെ നിലനിർത്തിക്കൊണ്ട് അതേസമയം ഈ പറഞ്ഞ ലവ് സ്ട്രാറ്റജി പോലെ വന്നിട്ട് അങ്ങനെ ഒരു ക്യൂട്ട് കപ്പിൾസ് അങ്ങനത്തെ ഇതായിട്ട് വോട്ട് കുറച്ച് കൗമാരക്കാരെയൊക്കെ വോട്ട് പിടിക്കാനായിരിക്കും അവരെ ശ്രമിച്ചിട്ടുണ്ടാവുക. പക്ഷെ ആ ഒരു ശ്രമം കംപ്ലീറ്റ്ലി പരാജയപ്പെട്ടു. അത് അവരുടെ ഗെയിമിനെ ഒരുപാട് നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്തു. ഗബ്രിയെ ഒരു കാര്യമില്ല, ഗബ്രിയെ കൊണ്ട് ഒരു യൂസും ഇല്ല വീട്ടില്. മിക്കവാറും ഈ ആഴ്ച എവിക്റ്റ് ആവാൻ പോകുന്നത് ഗബ്രി ആയിരിക്കും. എന്റെ അറിവില് ഗബ്രിക്കൊക്കെ വോട്ട് കൊടുക്കുന്ന ആരെങ്കിലും കാണൂ? ചിലപ്പോ പുള്ളിക്കാരനെ ഫാമിലി കൊടുക്കുമായിരിക്കും, അല്ലെ ഫ്രണ്ട്സും കൊടുക്കുമായിരിക്കും. അല്ലാണ്ട് പുറത്തുനിന്ന് ഗബ്രിക്ക് വോട്ട് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ജാസ്മിൻ പിന്നെയും നിൽക്കും. ജാസ്മിൻ ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ട്, ജാസ്മിന്റെ പ്ലേ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണും. പക്ഷെ അതുകൊണ്ട് ജാസ്മിൻ ഒരുപാട് നിൽക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ എന്റെ യൂട്യൂബ് ചാനലിന് 1K സബ്സ്ക്രൈബർ ആയിരിക്കുന്നു. അപ്പം എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരുപാട് സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പൊ ഇതിൽ കൂടുതൽ നല്ല നല്ല, അതായത് ബിഗ് ബോസ് അല്ലാണ്ട് വേറെ നല്ല നല്ല വീഡിയോസ് ഞാൻ എന്റെ ചാനലിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ന്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ. അപ്പൊ എന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ, താങ്ക് യു.